വിടവാങ്ങൽ മത്സരത്തിൽ ഉസൈൻ ബോൾട്ട് നിരാശനായി. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 100 മീറ്റർ ഫൈനലിൽ ബോൾട്ടിന് വെങ്കലം മാത്രമാണ് ലഭിച്ചത്. അമേരിക്കയുടെ ജസ്റ്റിൻ ഗാറ്റ്ലിനാണ് വേഗരാജാവ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, തന്റെ വിടവാങ്ങൽ മത്സരത്തിൽ 11 സ്വർണ്ണമാണ് ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ ഉസൈൻ ബോൾട്ട് നേടിയിട്ടുള്ളത്. തന്റെ വിടവാങ്ങൽ മത്സരത്തിൽ 12ാം സ്വർണം ലക്ഷ്യമിട്ടാണ് ബോൾട്ട് ഇറങ്ങിയത്. എന്നാൽ തുടക്കത്തിലെ ആ സ്റ്റാർട്ട് പിഴച്ച ബോൾട്ടിന് 9.95 സെക്കൻഡുകൾ കൊണ്ട് മാത്രമാണ് ലാപ്പ് പൂർത്തിയാക്കാൻ സാധിച്ചത്. ഉസൈൻ ബോൾട്ടിന് കാലിടറിയപ്പോൾ അമേരിക്കയുടെ തന്നെ താരമായ ജസ്റ്റിൻ ഗാറ്റ്ലിൻ 9.92 സെക്കൻഡിൽ ഒന്നാമനാവുകയായിരുന്നു. ഈ ഉസൈൻ ബോൾട്ടും ഗാറ്റ്ലിനും തമ്മിൽ കുറേ നാളുകൾ തന്നെ മത്സരമുണ്ടായിരുന്നു. ഗാറ്റ്ലിന് ഇതുവരെ ഉസൈൻ ബോൾട്ടിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇത്തവണ മാത്രമാണ് ഉസൈൻ ബോൾട്ട് ഗാറ്റ്ലിന് പിന്നിലാവുന്നത്. അതേസമയം ഉസൈൻ ബോൾട്ടിന് ഇനി ഒരു മത്സരം കൂടിയാണ് ബാക്കിയുള്ളത്. 4x100 മീറ്റർ റിലേയിൽ ജമൈക്കൻ ടീമിനൊപ്പമാണ് ബോൾട്ട് ഇറങ്ങുക. അത് ഓഗസ്റ്റ് 12 നടക്കുന്ന അവസാന ദിവസമാണ് ആ മത്സരമുള്ളത്. ഇനി ഗാറ്റ്ലിൻ്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2006 മരുന്നടിയുടെ പേരിൽ ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഗാറ്റ്ലിന് തിരിച്ചുവരവ് നടത്തിയപ്പോൾ തിരിച്ചു വന്ന സമയത്ത് ഇതുവരെ ഒരു റെക്കോർഡ് ഇടാൻ സാധിച്ചിരുന്നില്ല. അതേസമയം ഗാറ്റ്ലിന് ഒരു തിരിച്ചുവരവ് തന്നെയെന്ന് പറയേണ്ടി വരും ഇന്നലത്തെ മത്സരം. സോമി, വേഗതയുടെ പര്യായമായ ഉസൈൻ ബോൾട്ടിന് തന്റെ വിടവാങ്ങൽ മത്സരത്തിൽ കാലിടറി. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 100 മീറ്റർ ഫൈനലിൽ ഉസൈൻ ബോൾട്ടിന് വെങ്കലം മാത്രമാണ് നേടാനായത്. ന്യൂസ് ഡെസ്കിൽ നിന്നും വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഏഷ്യ പസഫിക് സൂപ്പർ മിഡിൽ വെയ്റ്റ് കിരീടം ഇന്ത്യയുടെ വിജേന്ദ്ര സിംഗിന്. ചൈനയുടെ സുൾപിക്കർ മെയ്മെദിലിയാണ് വിജേന്ദ്രനെ തോൽപ്പിച്ചത്. വിജേന്ദ്രന്റെ തുടർച്ചയായ 9ാം ജയമാണിത്. ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധസമാനം തന്നെയായിരുന്നു ഈ മത്സരം. A tentative start that is expected, and Vijender of course has an impeccable defense and good footwork. I think it is Zulfikar who will have to go on the aggression, go on the front foot as they say. നോക്കൌട്ട് റൗണ്ടുകളിലെ മിന്നും പ്രകടനം വീണ്ടും ആവർത്തിച്ച് വിജേന്ദർ സിംഗ്. ചൈനയുടെ സുൽഫിക്കർ മെയ്മെദിലിയാണ് വിജേന്ദർ ഇടിച്ചു തോൽപ്പിച്ചത്. ഏഷ്യൻ പോരാട്ട ഭൂമിയായ മുംബൈ വർളിയിലെ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയത്തിലായിരുന്നു വിജേന്ദർ മെയ്മെദിലി മത്സരം. Not only are the titles on the line here, a big jump up the WBO rankings awaits the winner. മത്സരത്തിന് മുൻപേ വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടം ഇരുവരും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ചൈനക്കാർ ആരാണെന്ന് റിംഗിൽ കാണിച്ചു തരാം എന്നതിന് മറുപടിയായി ആത്മവിശ്വാസം തുളുമ്പുന്ന പരിഹാസത്തിൽ പൊതിഞ്ഞ വാക്കുകളായിരുന്നു വിജേന്ദ്രന്റേത്. ഞാൻ പോരാട്ടം എത്രയും പെട്ടെന്ന് തീർക്കാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കും. കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ആയുസ് കുറവാണെന്നായിരുന്നു ആ വാക്ക്. As you kind of expect, very similar to that Kerry Hope fight. Great to have you alongside me, Charo. We shared some great Vijender Singh memories. Are we about to share another one? അതിനെ അനർത്ഥമാക്കുന്ന പ്രകടനമായിരുന്നു റിംഗിൽ വിജേന്ദ്രന്റേത്. ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ പ്രതീതി തന്നെയായിരുന്നു മത്സരത്തിനുടനീളം കൈവന്നിരുന്നത്. നിലവിൽ ഏഷ്യ പസഫിക് സൂപ്പർ മിഡിൽ വെയ്റ്റ് ചാമ്പ്യനാണ് വിജേന്ദർ. മെയ്മെദിലി ആവട്ടെ ഓറിയന്റൽ സൂപ്പർ മിഡിൽ വെയ്റ്റ് ചാമ്പ്യൻ. നിലവിലുള്ള കിരീടം നിലനിർത്തുന്നതുൾപ്പെടെ എതിരാളിയുടെ കിരീടം കൂടെ ഇനി വിജേന്ദ്രന് സ്വന്തം. വിജേന്ദ്രന് ആശംസകളോടെ സ്പോർട്സ് ഡെസ്ക്. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇന്ന് തലസ്ഥാനത്തെത്തും. പ്രത്യേകിച്ച് ഔദ്യോഗിക പരിപാടികളൊന്നുമില്ലാതെയുള്ള ധനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനം സംഘപരിവാർ BJP അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളതെന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രീയ സംഘർഷങ്ങളെ പരമാവധി മുതലാക്കുക എന്ന ലക്ഷ്യത്തോടെ RSS സംഘചാലക് മോഹൻ ഭാഗവത് അടുത്തയാഴ്ച തലസ്ഥാനത്തെത്തുന്നുണ്ട്. അതേസമയം BJP സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയ മെഡിക്കൽ കോളേജ് കോഴ അഴിമതി വിഷയത്തിൽ BJP സംസ്ഥാന നേതാക്കളുമായി ഇരു നേതാക്കളും ചർച്ച നടത്തുമെന്നും സൂചനയുണ്ട്. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ RSS BJP CPM സംഘർഷം നടന്ന് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് BJP RSS കേന്ദ്ര നേതാക്കളുടെ തലസ്ഥാന സന്ദർശനം. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെയും RSS സർസംഘചാലക് മോഹൻ ഭഗവത്തിന്റെയും സന്ദർശനത്തെ അതീവ ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത്. തലസ്ഥാനത്ത് പ്രത്യേകിച്ച് ഔദ്യോഗിക പരിപാടികളൊന്നുമില്ലാതെയാണ് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വരുന്നത്. രാവിലെ 11:15 പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തുന്ന അരുൺ ജെയ്റ്റ്ലിയുടെ ആദ്യ പരിപാടി കൊല്ലപ്പെട്ട RSS നേതാവ് രാജേഷിന്റെ ഭവന സന്ദർശനം. അതിനുശേഷം BJP ശ്രീകാര്യത്ത് സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കും. ഉച്ചയ്ക്ക് ശ്രീവരാഹത്ത് മാസങ്ങൾക്ക് മുൻപ് അക്രമത്തിനിരയായ RSS പ്രവർത്തകനായ ജയപ്രകാശിന്റെ വീട് സന്ദർശിക്കുന്നുണ്ട്.
ശേഷം തിരുവനന്തപുരത്ത് വിവിധ രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് വിധേയരായവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയും അരുൺ ജെയ്റ്റ്ലി അഭിസംബോധന ചെയ്യും. അതേസമയം സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ് അരുൺ ജെയ്റ്റ്ലിയുടെ തലസ്ഥാന സന്ദർശനമെന്നും വിലയിരുത്തപ്പെടുന്നു. BJP നേതാക്കൾ പ്രതിക്കൂട്ടിലായിരിക്കുന്ന മെഡിക്കൽ കോഴ അഴിമതിയിൽ സംസ്ഥാന നേതാക്കളുമായി ധനമന്ത്രി ചർച്ച നടത്തിയേക്കും. രാഷ്ട്രീയ സംഘർഷങ്ങളെ പരമാവധി മുതലെടുക്കണമെന്നുള്ള RSS അജണ്ട മന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രതിഫലിക്കും. പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് അരുൺ ജെയ്റ്റ്ലിയുടെ തലസ്ഥാന സന്ദർശനം. അതേസമയം മന്ത്രിക്ക് പിന്നാലെ RSS സർ സംഘചാലക് മോഹൻ ഭാഗവതും അടുത്തയാഴ്ച തലസ്ഥാനത്തെത്തുകയാണ്. മോഹൻ ഭാഗവതിന്റെയും സന്ദർശനോദ്ദേശം മറ്റൊന്നല്ല. കേരളത്തിന്റെ ചുമതലയുള്ള RSS നേതാക്കളുമായി ഭഗവത് ചർച്ച നടത്തും. കോഴ വിവാദത്തിലെ റിപ്പോർട്ട് ചോർത്തിയ 2 നേതാക്കൾക്കെതിരെയുള്ള നടപടിയും മോഹൻ ഭഗവത് ചർച്ച ചെയ്യും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിന് മറുപടിയായി CPIM രംഗത്ത്. കൊല്ലപ്പെട്ട CPIM പ്രവർത്തകരുടെ വീടുകളും BJP അക്രമത്തിൽ തകർന്ന കൌൺസിലർമാരുടെ വീടും അരുൺ ജെയ്റ്റ്ലി സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട് CPIMന്റെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ ധർണ നടത്തും. BJPയുടേത് ഗീബൽസിയൻ തന്ത്രമെന്നാരോപിച്ച് CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ജെയ്റ്റ്ലിക്ക് തുറന്ന കത്തയച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന RSS CPIM സംഘർഷത്തിൽ തകർക്കപ്പെട്ട BJP കൗൺസിലർമാരുടെ വീടുകൾ സന്ദർശിക്കുന്നതിനും കൊല്ലപ്പെട്ട RSS നേതാവ് രാജേഷിന്റെ ബന്ധുക്കളെ കാണുന്നതിനുമായിട്ടാണ് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി തിരുവനന്തപുരത്തെത്തുന്നത്. എന്നാൽ ആക്രമണത്തിനിരയായ CPIM പ്രവർത്തകരുടെ വീടുകൾ കൂടി സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട് CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി എന്ന നിലയിൽ നിഷ്പക്ഷനായി പ്രവർത്തിക്കേണ്ട ജെയ്റ്റ്ലി BJPയുടെ തിരക്കഥയിൽ പങ്കാളിയായതായി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയ്ക്കെതിരെ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിന്റെ പശ്ചാത്തലത്തിൽ ആനാവൂർ നാഗപ്പൻ അരുൺ ജെയ്റ്റ്ലിക്ക് തുറന്ന കത്തയച്ചു. കേരളത്തിനെതിരെ BJP നടത്തുന്നത് ഗീബൽസിയൻ തന്ത്രമാണെന്ന് ആനാവൂർ കത്തിൽ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ 21 CPIM പ്രവർത്തകർ RSS ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇവരുടെ ബന്ധുക്കൾ ജെയ്റ്റ്ലിയെ കാണാൻ ആഗ്രഹിക്കുന്നതായും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കണ്ണമൂലയിലെ കൊലപാതകം CPIMന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച തെറ്റ് ഒടുവിൽ BJP തിരിച്ചറിഞ്ഞതുപോലെ ശ്രീകാര്യം കൊലപാതകത്തിലെ പ്രതികൾക്കും രാഷ്ട്രീയ ബന്ധമില്ലെന്ന് BJP തിരിച്ചറിയണമെന്ന് ആനാവൂർ കത്തിൽ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉഭയകക്ഷി ചർച്ചയുടെ തീരുമാനപ്രകാരമാണ് സർവകക്ഷി യോഗം. തിരുവനന്തപുരം, കോട്ടയം, കണ്ണൂർ എന്നിവിടങ്ങളിൽ ചേർന്ന ജില്ലാതല ഉഭയകക്ഷി യോഗം തീരുമാനങ്ങളും സർവകക്ഷി യോഗത്തിൽ വിലയിരുത്തും. ജൂലൈ 31 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉഭയകക്ഷി യോഗത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കാൻ രാഷ്ട്രീയ പാർട്ടികളോട് നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് തിരുവനന്തപുരം, കോട്ടയം, കണ്ണൂർ എന്നിവിടങ്ങളിൽ ജില്ലാതല ഉഭയകക്ഷി യോഗങ്ങൾ ചേർന്ന് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾക്ക് രൂപം നൽകിയിരുന്നു. ഉഭയകക്ഷി യോഗ തീരുമാനങ്ങളും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സർവകക്ഷി യോഗത്തിൽ ചർച്ചയാകും. ജൂലൈ അവസാനം തിരുവനന്തപുരത്ത് BJP RSS സംഘം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വീട് മുതൽ കൌൺസിലർമാരുടെ വീട് വരെ ആക്രമിച്ചിരുന്നു. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസും അക്രമത്തിനിരയായി. തുടർന്ന് RSSകാരൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ BJP RSS സംഘം തിരുവനന്തപുരത്ത് വ്യാപക അക്രമവും അഴിച്ചുവിട്ടു. ഇതിനു പുറമെ കോട്ടയത്തും കണ്ണൂരും BJP RSS അക്രമം തുടർന്ന പശ്ചാത്തലത്തിലാണ് സമാധാന ചർച്ചകൾക്ക് തുടക്കമായത്. താഴെത്തട്ടിൽ വരെ പ്രവർത്തകർക്ക് സമാധാനം പുനഃസ്ഥാപിക്കാൻ നേതാക്കൾ നിർദ്ദേശം നൽകണമെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ മുഖ്യമന്ത്രി സംസ്ഥാന നേതാക്കളോട് നിർദ്ദേശിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉഭയകക്ഷി യോഗത്തിനു ശേഷമുള്ള ദിവസങ്ങളിലെ സ്ഥിതിഗതികൾ സർവകക്ഷി യോഗം വിലയിരുത്തും. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾക്കും യോഗം രൂപം നൽകും. ഉച്ചയ്ക്ക് ശേഷം 3-ന് തിരുവനന്തപുരത്താകും സർവകക്ഷി യോഗം ചേരുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സുപ്രീംകോടതി ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചതിനെ തുടർന്ന് അബ്ദുൽ നാസർ മദനി ഇന്ന് കേരളത്തിലെത്തും. ഉച്ചതിരിഞ്ഞ് ബംഗളൂരുവിൽ നിന്നും വിമാനമാർഗം മദനി നെടുമ്പാശ്ശേരിയിലെത്തും. 2:20-ന് എയർ ഏഷ്യ വിമാനത്തിൽ പുറപ്പെടുന്ന മദനി 3:15-ഓടെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേരും. സുരക്ഷാ ഉദ്യോഗസ്ഥർ മദനിയെ അനുഗമിക്കും. നെടുമ്പാശ്ശേരിയിൽ നിന്നും റോഡ് മാർഗം കൊല്ലം അൻവാർശ്ശേരിയിലേക്ക് പോകും. PDP പ്രവർത്തകർ വിമാനത്താവളത്തിൽ മദനിക്ക് സ്വീകരണം നൽകും. മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനും മാതാപിതാക്കളെ കാണുന്നതിനുമാണ് മദനിക്ക് ജാമ്യം അനുവദിച്ചത്. ഈ മാസം 19 വരെ കേരളത്തിൽ തങ്ങുന്നതിനാണ് സുപ്രീംകോടതി മദനിക്ക് അനുമതി നൽകിയിട്ടുള്ളത്. 14ാം കേരള നിയമസഭയുടെ 7ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. പൂർണ്ണമായ നിയമനിർമ്മാണം മാത്രം ലക്ഷ്യമിട്ടാണ് സമ്മേളനം ചേരുന്നത്. 13 ദിവസം നീണ്ടുനിൽക്കുന്ന സഭാ സമ്മേളനം പ്രക്ഷുബ്ധമാവാനാണ് സാധ്യത.
പൂർണ്ണമായും നിയമനിർമ്മാണം മാത്രം ലക്ഷ്യമിട്ടാണ് 13 ദിവസത്തേക്ക് 14ാം നിയമസഭയുടെ 7ാം സമ്മേളനം ചേരുന്നത്. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം പുറപ്പെടുവിച്ച 9 ഓർഡിനൻസുകൾക്ക് പകരമുള്ള ബില്ലുകളാണ് ഇതിൽ പ്രധാനം. സമ്മേളനം ആരംഭിക്കുന്ന ആദ്യ ദിവസമായ ഓഗസ്റ്റ് 7-ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനം ക്രമപ്പെടുത്തുന്നതും നിയന്ത്രിക്കുന്നതുമായ 2017 കേരള മെഡിക്കൽ വിദ്യാഭ്യാസ ബില്ലും കേരള സഹകരണ സംഘങ്ങൾ ഭേദഗതി ബില്ലും അവതരിപ്പിക്കും. എന്നാൽ സമീപകാല രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രമസമാധാന തകർച്ച ചൂണ്ടിയാവും പ്രതിപക്ഷം ഇതിനെ ചെറുക്കുക. സ്വാശ്രയ പ്രവേശനത്തിനായി കൊണ്ടുവന്ന ഓർഡിനൻസിലെ പാകപ്പിഴകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ആഞ്ഞടിക്കുമെന്നത് ഉറപ്പാണ്. GST വന്നതിന് ശേഷം വിലക്കുറവുണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ധനമന്ത്രിക്കെതിരെയും തിരിയും. ഒപ്പം BJP കോഴയും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. അതിലുപരിയായി CPI CPM ഭിന്നതയും മൂന്നാർ വിഷയത്തിൽ റവന്യൂ മന്ത്രിക്ക് മുഖ്യമന്ത്രിയിൽ നിന്നും ഭിന്ന നിലപാടുണ്ടെന്ന് സ്ഥാപിക്കാനും പ്രതിപക്ഷം ശ്രമിക്കും. സഭാ സമ്മേളനത്തിലെ ഫ്ലോർ മാനേജ്മെന്റ് ചർച്ച ചെയ്യുന്നതിനായി മുതിർന്ന നേതാക്കൾ ഇന്ന് യോഗം ചേർന്നേക്കും. സമീപകാലത്തെ സ്ത്രീപീഡന സംഭവങ്ങളിൽ പോലീസ് സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടിയാവും ഭരണപക്ഷം പ്രത്യാക്രമണം നടത്തുക. പ്രതിപക്ഷത്തെ പ്രമുഖ MLA ആയ M. വിൻസെന്റ് സ്ത്രീപീഡന കേസിൽ ജയിലിലായത് ചൂണ്ടിക്കാട്ടി ഭരണപക്ഷം പ്രതിരോധം തീർക്കുമ്പോൾ പ്രതിപക്ഷം വിയർക്കുമെന്നത് ഉറപ്പാണ്. കഴിഞ്ഞ സഭാ സമ്മേളനത്തിലുള്ളതുപോലെ ഇത്തവണയും പ്രതിപക്ഷ നിര വിഷയദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. 13 ദിവസം നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനം രാഷ്ട്രീയ വാഗ്വാദങ്ങളുടെ കേളിമുഖമാകുമെന്നത് ഉറപ്പാണ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. തിരികെ വാർത്തയിലേക്ക്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെയും നാദിർഷയുടെയും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഇന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കും. ദിലീപ് നാളെ ഹൈക്കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിക്കും. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റത്തിൽ തെളിവുകൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലും തുടരുന്നത്. കേസിലെ പ്രധാന തെളിവായ മൊബൈൽ ഫോൺ കണ്ടെടുക്കാനാവാത്ത സാഹചര്യത്തിൽ മൊഴികളും സാഹചര്യ തെളിവുകളുമാണ് പോലീസ് പ്രധാനമായും ആശ്രയിക്കുന്നത്. സിനിമാ രംഗത്ത് പൾസർ സുനിയുമായി ബന്ധമുള്ള മുഴുവൻ പേരെയും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. സംഭവത്തിൽ നാദിർഷയുടെ പങ്ക് സംബന്ധിച്ച് ആഴത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നാദിർഷയോട് അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പുണ്ണിയുടെയും നാദിർഷയുടെയും മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ദിലീപ് നാളെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ B. രാമൻപിള്ള ദിലീപിനായി കോടതിയിൽ ഹാജരാകും. ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി രാമൻപിള്ള അസോസിയേറ്റ്സിലെ അഭിഭാഷകരുമായി ആലുവ സബ് ജയിലിൽ ദിലീപ് 1.5 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. പ്രോസിക്യൂഷൻ നേരത്തെ ജാമ്യാപേക്ഷയെ എതിർത്ത് ഉന്നയിച്ച വാദങ്ങൾ ഇപ്പോൾ പ്രസക്തമല്ലെന്ന് കാണിച്ചാണ് ഹൈക്കോടതിയിൽ വീണ്ടും ദിലീപ് ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CPI എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവിന്റെ പേടിപ്പനി പരാമർശത്തിൽ പരിഹാസവുമായി വൈക്കം വിശ്വൻ. രാജീവിന്റെ അത്ര ധീരനല്ല മുഖ്യമന്ത്രിയെന്ന് വൈക്കം വിശ്വൻ പറഞ്ഞു. ഇത്തരം അഭിപ്രായങ്ങൾ മാധ്യമശ്രദ്ധ നേടാനെന്നും വൈക്കം വിശ്വൻ കുറ്റപ്പെടുത്തി. പീപ്പിൾ ഇന്ത്യ അന്യോന്യം പരിപാടിക്കിടയിലായിരുന്നു വൈക്കം വിശ്വന്റെ പ്രതികരണം. ബഹുമാന്യനായ രാജുവിനെ പോലെ വലിയ ധീരനൊന്നും ആയിരിക്കില്ല മുഖ്യമന്ത്രി. രാജുവിനെ കുറിച്ചുള്ളൊരു വിലയിരുത്തൽ കാണുമല്ലോ, അതുകൊണ്ടായിരിക്കും അത്തരമൊരു ആശയങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ മറ്റെന്തോ കുഴപ്പം ബാധിച്ചുകൊണ്ടും പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വ്യത്യസ്തമായൊരു ശബ്ദം, അതുപോലെ മറ്റ് അതിലെ പാർട്ടികൾ തമ്മിലൊരു വ്യത്യസ്തത വരുത്തുന്ന രീതിയിൽ തൻ്റെ അഭിപ്രായം പറയുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളും മറ്റുള്ളവരും കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്ഥിതി വരും. അതിനു വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ പറയുന്നതുമായിരിക്കും. ഇതുപോലുള്ള പ്രതികരണങ്ങൾ വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഗുണകരമല്ല. വീട്ടിൽ നിന്നും കാണാതായ 4 വയസ്സുകാരിയെ കണ്ടെത്താൻ 3 ദിവസമായി നടത്തിവന്ന തിരച്ചിൽ വിഫലമായി. കാസർഗോഡ് പാണത്തൂരിൽ ഇബ്രാഹിമിന്റെ മകൾ സന ഫാത്തിമയാണ് വ്യാഴാഴ്ച വൈകിട്ട് വീടിന് സമീപത്തു നിന്ന് കാണാതായത്. സമീപത്തെ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടതാകാമെന്ന ധാരണയിൽ 3 ദിവസമായി നടത്തിയ തിരച്ചിൽ ഫലം കണ്ടില്ല. വീട്ടിൽ നിന്നും കാണാതായ 4 വയസ്സുകാരിയെ കണ്ടെത്താൻ 3 ദിവസമായി നടത്തിവന്ന തെരച്ചിൽ ഫലം കണ്ടില്ല. കാസർഗോഡ് പാണത്തൂരിലെ ഇബ്രാഹിമിന്റെ മകൾ സന ഫാത്തിമയെയാണ് വ്യാഴാഴ്ച വൈകിട്ട് വീടിന് സമീപത്തു നിന്ന് കാണാതായത്. സമീപത്തെ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടതാകാമെന്ന ധാരണയിൽ 3 ദിവസമായി നടത്തിയ തെരച്ചിൽ ഫലം കണ്ടില്ല. അംഗൻവാടി വിദ്യാർത്ഥിനിയായ സന വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് കാണാതാകുന്നത്. വീടിന് സമീപത്തെ ഓടയിലെ പൈപ്പിന് സമീപം കുട്ടിയുടെ കുടയും ചെരുപ്പുകളും കണ്ടെത്തി. കുട്ടി വെള്ളത്തിൽ ഒഴുകിപ്പോയതാകാമെന്ന നിഗമനത്തിൽ ബന്ധുക്കളും നാട്ടുകാരും അപ്പോൾ തന്നെ തെരച്ചിൽ തുടങ്ങി. പിന്നീട് ഫയർഫോഴ്സും പോലീസും തെരച്ചിലിൽ പങ്കാളികളായി.
സമീപത്തെ പുഴയും ജലാശയങ്ങളും പറമ്പുകളും അരിച്ചുപെറുക്കി നടത്തിയ അന്വേഷണത്തിലും 4 വയസ്സുകാരിയായ സനയെ കണ്ടെത്താനായില്ല. സ്ഥലങ്ങളും മറ്റേ ഓടയും അങ്ങനെ ഇതെല്ലാം പൊളിച്ചിട്ട് JCB കൊണ്ടുവന്ന് പൊളിക്കുകയും അവിടെ മുതൽ തോട് വരെ ഏകദേശം ഒരു 1.25 കിലോമീറ്ററോളം ദൂരം ഞങ്ങൾ നാട്ടുകാരും കൂടെ കൂടിയിട്ട് തെരച്ചിൽ നടത്തി. എവിടെ ഒരു ഒന്നും കിട്ടിയിട്ടില്ല. ഒരു സാധ്യതയും കുട്ടിയെ തങ്ങി നിൽക്കാനുള്ള സാധ്യതകളെല്ലാം പരിശോധിച്ചു. കുട്ടിയുടെ ചെരുപ്പുകളും കുടയും കണ്ടെത്തിയ ഭാഗത്ത് ഓടയിൽ കാര്യമായ ഒഴുക്കുണ്ടായിരുന്നില്ല. 3 ദിവസത്തെ തെരച്ചിലിലും കുട്ടിയെ കണ്ടെത്താനാകാത്തത് ദുരൂഹത സൃഷ്ടിക്കുന്നുണ്ട്. സനയുടെ കുടുംബവും നാട്ടുകാരും കുട്ടിയെ പെട്ടെന്ന് കാണാതായതിന്റെ ഞെട്ടലിലാണ്. രാജപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ LDFനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും BJPയും SDPയും ഒന്നിച്ചു. കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസത്തെ BJPയും SDPയും പിന്തുണച്ചു. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് വെമ്പായം പഞ്ചായത്തിലെ LDFന്റെ ഭരണം നഷ്ടമായി. അവിശുദ്ധ രാഷ്ട്രീയ നീക്കത്തിലൂടെയാണ് വെമ്പായം പഞ്ചായത്തിലെ ഭരണം അട്ടിമറിക്കപ്പെട്ടത്. തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ LDFനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും BJPയും SDPയും ഒന്നിച്ചു. കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസത്തെ BJPയും SDPയും പിന്തുണയ്ക്കുകയായിരുന്നു. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് വെമ്പായം പഞ്ചായത്തിലെ LDFന്റെ ഭരണം നഷ്ടമായി. ആകെ 21 അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ LDFന് 10ഉം കോൺഗ്രസിന് 8ഉം BJPക്ക് 2ഉം SDPക്ക് 1 അംഗവുമാണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസും BJPയും SDPയും ചേർന്നതോടെ 10-നെതിരെ 11 വോട്ടുകൾക്ക് അവിശ്വാസം പാസായി. LDF നേതാവായ BS ചിത്രലേഖയായിരുന്നു നിലവിലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇന്നിപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ രാവിലെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയും ആ അവിശ്വാസ പ്രമേയത്തെ BJP, SDP, കോൺഗ്രസ് ചേർന്ന് 11 വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് LDFനെ നമ്മുടെ അവിശ്വാസ പ്രമേയത്തെ അവർ പാസ്സാക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും മഴവിൽ മുന്നണിയുടെ അവിശുദ്ധ രാഷ്ട്രീയ നീക്കം വിജയം കണ്ടതോടെ വെമ്പായം പഞ്ചായത്തിലെ ഭരണം അനിശ്ചിതാവസ്ഥയിലായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. താമരശ്ശേരി അടിവാരത്ത് വാഹനാപകടത്തിൽ 6 മരണം. സ്വകാര്യ ബസും കാറും ജീപ്പുമാണ് അപകടത്തിൽപ്പെട്ടത്. 5 പേർക്ക് പരിക്കേറ്റു. മരിച്ച 6 പേരും ജീപ്പ് യാത്രക്കാരായിരുന്നു. ഇതിൽ 3 പേർ കുട്ടികളാണ്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രി ഏറെ വൈകി ഖബറടക്കി. ഉച്ചയ്ക്ക് 2:30 മണിയോടെയാണ് നാടിന് നടുക്കിയ അപകടം നടന്നത്. കോഴിക്കോട് നിന്നും കൽപ്പറ്റയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും വയനാട്ടിൽ നിന്ന് കൊടുവള്ളിയിലേക്ക് വരികയായിരുന്ന ജീപ്പും കൂട്ടിയിടിക്കുകയായിരുന്നു. ജീപ്പിന്റെ പിറകിൽ മറ്റൊരു കാറും ഇടിച്ചു. ജീപ്പ് യാത്രികരാണ് മരിച്ച 6 പേരും. കൊടുവള്ളി കരുവമ്പോഴ് സ്വദേശി അബ്ദുറഹ്മാൻ, ഭാര്യ സുബൈദ, ഇവരുടെ കൊച്ചുമക്കളായ മുഹമ്മദ് നിശാൽ, ഫാത്തിമ ഹന, ജസ എന്നിവരാണ് മരിച്ചത്. ജീപ്പ് ഡ്രൈവറാണ് മരിച്ച പ്രമോദ്. ഒരു കൽപ്പറ്റയ്ക്ക് പോകുന്ന ഒരു വണ്ടിയാണ് അടിച്ചത്. ബസ്സിന് കുറച്ചൊരു സ്പീഡ് കൂടുതലായതുകൊണ്ടായിരിക്കാമാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. ജീപ്പിലുള്ള ആൾക്കാരാണ് ഈ മരണപ്പെട്ടത്. ഒരേ കുടുംബത്തിൽപ്പെട്ടതാണ്. മീനങ്ങാടിലെ ബന്ധുവീട് സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു അപകടത്തിൽപ്പെട്ട കുടുംബം. അപകടത്തിൽ പരിക്കേറ്റ 9 പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേരുടെ നില ഗുരുതരമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ വാർത്തയിലേക്ക്. M. വെങ്കയ്യ നായിഡു ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. തെരഞ്ഞെടുപ്പിൽ 771 MPമാർ വോട്ട് ചെയ്തപ്പോൾ 516 വോട്ടുകൾ NDA സ്ഥാനാർത്ഥി M. വെങ്കയ്യ നായിഡുവിനും പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഗോപാൽകൃഷ്ണ ഗാന്ധിക്ക് 244 വോട്ടുകളും ലഭിച്ചു. വൈകിയെത്തിയതിനാൽ മുസ്ലിം ലീഗ് MPമാരായ PK കുഞ്ഞാലിക്കുട്ടി, അബ്ദുൽ വഹാബ് എന്നിവർക്ക് വോട്ട് ചെയ്യാനായില്ല. 785 MPമാർ ഉൾപ്പെട്ട ഇലക്ട്രൽ കോളേജിൽ 771 പേരാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. 98.21% പോളിംഗ് രേഖപ്പെടുത്തിയ വോട്ടെടുപ്പിൽ NDA സ്ഥാനാർത്ഥി വെങ്കയ്യ നായിഡുവിന് 516 വോട്ടും പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഗോപാൽകൃഷ്ണ ഗാന്ധിക്ക് 244 വോട്ടും ലഭിച്ചു. 11 വോട്ടുകൾ അസാധുവായി. പ്രതിപക്ഷ നിരയിൽ നിന്നും വോട്ട് ചോർച്ചയുണ്ടായെന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഗോപാലകൃഷ്ണ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും JDU വോട്ടുകൾ വെങ്കയ്യ നായിഡുവിന് ലഭിച്ചിരിക്കാനാണ് സാധ്യത. വൈകിയെത്തിയതിനാൽ മുസ്ലിം ലീഗ് MPമാരായ PK കുഞ്ഞാലിക്കുട്ടി, അബ്ദുൽ വഹാബ് എന്നിവർക്ക് വോട്ട് ചെയ്യാനായില്ല. വിമാനം വൈകിയതിനാലാണ് വോട്ടിംഗ് സമയത്തിന് മുമ്പേ പാർലമെന്റിൽ എത്താൻ കഴിയാതിരുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. Stranded in the airport for 5-6 hours inside the aircraft. We got delayed for 10 minutes. That is how we lost our vote. ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട വെങ്കയ്യ നായിഡുവിനെ ഗോപാലകൃഷ്ണ ഗാന്ധി അഭിനന്ദിച്ചു. പരാജയപ്പെട്ടാലും ആശയ സമരത്തിൽ പ്രതിപക്ഷം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് വ്യക്തമാക്കി. രാജ്യസഭാ അധ്യക്ഷനായി വെങ്കയ്യ നായിഡു എത്തുന്നത് ഏറെ ഗുണം ചെയ്യുമെന്നതാണ് BJPയുടെ രാഷ്ട്രീയ നേട്ടം. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സിനിമാ രംഗത്ത് തനിക്കുണ്ടായ ദുരനുഭവം വ്യക്തമാക്കി നടിയും അവതാരകയുമായ ശ്രീധന്യ കൈരളി TVയിൽ സംപ്രേഷണം ചെയ്യുന്ന ടോക്ക് ഷോയായ സെൽഫി പരിപാടിക്കിടെയാണ് ശ്രീധന്യ തന്റെ അനുഭവം പങ്കുവച്ചത്.
കൈരളി ടിവിയിൽ ശ്രീധന്യ അവതരിപ്പിക്കുന്ന സെൽഫി എന്ന ഷോയിൽ ഇണങ്ങിയാൽ പ്രണയം പിണങ്ങിയാൽ പീഡനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിലാണ് തനിക്കുണ്ടായ ദുരനുഭവം ശ്രീധന്യ പങ്കുവച്ചത്. ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു ദുരനുഭവം എനിക്കും ഉണ്ടായിരുന്നു. സിനിമാ രംഗത്തുള്ള ഒരാൾ തന്നെ വളരെ മോശമായ രീതിയിൽ സമീപിക്കാൻ ശ്രമം നടത്തിയതായും ശ്രീധന്യ പറഞ്ഞു. ചർച്ചയിൽ മുൻ MLA ജമീല പ്രകാശം, രാഹുൽ ഈശ്വർ, ഡോക്ടർ സജി പി ജേക്കബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്.